ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന 4ാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചേഞ്ചസ് മേ ലീഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ്. മാറ്റങ്ങളാണ് എപ്പോഴും പുതിയ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. All substances in the universe are made up of matter. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസസും എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? മാറ്റർ അഥവാ ദ്രവ്യം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. One of the properties of matter is that it occupies space. മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇറ്റ് ഓക്യുപ്പൈസ് സ്പേസ്. ഓക്കെ, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. ഇനി ദ്രവ്യം എടുക്കുന്ന ആ ഒരു സ്ഥലം, അതാണ് അതിൻ്റെ എന്ത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഒരു മാറ്റർ ഒക്യുപ്പൈ ചെയ്യുന്ന ആ സ്പേസ് അല്ലെങ്കിൽ ആ സ്ഥലമാണ് അതിൻ്റെ എന്ത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നൗ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് എ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ എന്തോരം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു. ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. എന്തോരം ദ്രവ്യമാണോ അതിൽ അടങ്ങിയിരിക്കുന്നത് അതാണ് ആ സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് എ മാറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് മാറ്റർ അഥവാ ദ്രവ്യത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്തിനാണോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത്, എന്തിനാണോ മാസ് ഉള്ളത്, അതിനെ നമുക്ക് എന്ത് പറയാം? മാറ്റർ അഥവാ ദ്രവ്യം എന്ന് പറയാം. മാറ്റർ മെയിൻലി എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്. അതായത് മാറ്റർ പൊതുവെ 3 സ്റ്റേറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 3 സ്റ്റേറ്റ്സ്? ഒന്ന് സോളിഡാണ്, രണ്ടാമത്തേത് ലിക്വിഡാണ്, മൂന്നാമത്തേത് ഗ്യാസ് ആണ്. അപ്പോൾ മാറ്റർ അഥവാ ദ്രവ്യം പ്രധാനമായും 3 സ്റ്റേറ്റ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മനസ്സിലായല്ലോ? സോ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആണ് സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ 3 പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ്. ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഏതൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് മാസ് എന്ന പ്രോപ്പർട്ടി എടുക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിനെല്ലാത്തിനും മാസ് ഉണ്ടോ? എന്താണ് മാറ്റർ എന്ന് പറയുന്നത്? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഇസ് കോൾഡ് മാറ്റർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്തിനാണോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത്, എന്തിനാണോ മാസ് ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ് അല്ലേ സോളിഡും ലിക്വിഡും ഗ്യാസും. അപ്പോൾ മാറ്ററിന് മാസ് ഉണ്ടെങ്കിൽ ഈ 3 അവസ്ഥകളിലും എന്തുണ്ട്? മാസ് ഉണ്ട്. സോ സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ഡെഫിനിറ്റ് മാസ് ഉണ്ട്. സോ നമുക്കിവിടെ 3 കോളവും എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഷേപ്പാണ്. ഏതിനൊക്കെയാണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളത്? ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്. എന്നാൽ ഗ്യാസിനും ലിക്വിഡിനും ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഡെഫിനിറ്റ് ആയിട്ട് ഷേപ്പ് ഇല്ല. പിന്നെ എന്ത് ഷേപ്പാണുള്ളത്? ഇറ്റ് അക്വയർസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ലിക്വിഡ് കണ്ടെയ്നർ എന്താണോ അതിൻ്റെ ഷേപ്പാണ് ലിക്വിഡിന് ഉണ്ടാവുക. ഗ്യാസും അതുപോലെ തന്നെയാണ്. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഗ്യാസ് നിറച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും എന്തിനുള്ളത്? ഗ്യാസിനുള്ളത്. പാല് നമ്മളൊരു കുപ്പിയിലെടുത്താൽ ആ കുപ്പിയുടെ ഷേപ്പ് എന്താണോ ആ ഷേപ്പായിരിക്കും പാലിനുണ്ടാകുക. ഒരു ഗ്ലാസ്സിലെടുത്താൽ ആ ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഗ്യാസും. സോ ഡെഫിനിറ്റ് ഷേപ്പ് വരുന്നത് സോളിഡിന് മാത്രമാണ്. ബാക്കി രണ്ടിടത്തും കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇനി വോളിയം നമുക്ക് നോക്കാം. ഏതിനാണ് ഡെഫിനിറ്റ് വോളിയം ഉള്ളത്?
സോളിഡ് നോക്കിയാൽ തന്നെ അറിയാം അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാകും? ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയവും ഉണ്ടാകും. ഇനി ലിക്വിഡിനും ഡെഫിനിറ്റ് വോളിയം ഇല്ലേ? ഒരു പാത്രത്തിൽ എന്തോരം ലിക്വിഡ് കൊള്ളും, ആ പാത്രത്തിൻ്റെ വോളിയമാണ് എന്ത്? ആ ലിക്വിഡിൻ്റെയും വോളിയം. സോ എത്ര ലിക്വിഡാണോ നമ്മൾ എടുക്കുന്നത് ആ ലിക്വിഡിൻ്റെ വോളിയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. എന്നാൽ ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഇല്ല, ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല. കാരണം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസ് ചെറിയൊരു പാത്രത്തിൽ നിറച്ചാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ അത് തങ്ങി നിൽക്കും. എന്നാൽ അതേ ഗ്യാസ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ ആ പാത്രത്തിലേക്ക് അത് വ്യാപിക്കും. സോ ഗ്യാസിന് നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഒരു വോളിയം പറയാനായിട്ട് സാധിക്കില്ല. ഗ്യാസിൻ്റെ വോളിയം ഇൻഡെഫിനിറ്റ് ആണ്. മനസ്സിലായോ? സോ ഗ്യാസിൻ്റെ വോളിയം ഇൻഡെഫിനിറ്റ് ആണ്. സോളിഡിനും ലിക്വിഡിനും ഡെഫിനിറ്റ് ആയിട്ട് വോളിയം ഉണ്ട്. മനസ്സിലായല്ലോ? സോ ഈ പ്രോപ്പർട്ടീസ് കറക്റ്റായിട്ട് പഠിക്കണം. അതേപോലെ മാറ്ററിൻ്റെ ഡെഫിനേഷനും കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഇസ് കോൾഡ് മാറ്റർ. എന്തിനാണോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത്, എന്തിനാണോ മാസ് ഉള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്? മാറ്റർ അഥവാ ദ്രവ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറഞ്ഞു മാറ്ററിന് പ്രധാനമായും 3 അവസ്ഥകൾ അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. അത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയാണെന്ന്. എന്നാൽ ഇത്രയും സ്റ്റേറ്റ്സ് മാത്രമേ മാറ്ററിനുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും അവസ്ഥകളിൽ മാത്രമേ മാറ്റർ കാണപ്പെടുന്നുള്ളൂ? അല്ല, മാറ്ററിന് പിന്നെയും അവസ്ഥകളുണ്ട്. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. മാറ്ററിൻ്റെ 4ാമത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. The most abundant state of matter in the universe is plasma. അതായത് യൂണിവേഴ്സിൽ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. The stars and nebulae are in form of plasma. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള നക്ഷത്രങ്ങളും അതേപോലെ നെബുലെ ഇതെല്ലാം ഏതവസ്ഥയിലാണ്? പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. Plasma is formed at very high temperatures and contains free ionized particles. പ്ലാസ്മയിൽ വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള പാർട്ടിക്കിൾസ് ആണ് കാണപ്പെടുന്നത്. അതേപോലെ ഫ്രീ അയോണൈസ്ഡ് പാർട്ടിക്കിൾസും എവിടെയുണ്ട്? പ്ലാസ്മയിലുണ്ട്. അപ്പോൾ മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് എന്ത്? 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അതും പ്ലാസ്മയാണ്. മനസ്സിലായല്ലോ? നൗ scientists have discovered that matter exists in various other states at high and low temperatures. അതായത് ഹൈ ടെമ്പറേച്ചേഴ്സിലും ലോ ടെമ്പറേച്ചേഴ്സിലും മാറ്റർ വേറെയും അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ചിലതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എക്സെട്ര. അപ്പോൾ നമ്മൾ പഠിച്ചു മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. ഇത് കൂടാതെ മറ്റവസ്ഥകളിലും മാറ്റർ കാണപ്പെടുന്നുണ്ട്. അതിൽ ചിലതാണ് ഏതൊക്കെ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതേപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ. അപ്പോൾ മാറ്ററിൻ്റെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് നമ്മളിപ്പോൾ നിലവിൽ പഠിച്ചത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന 3 അവസ്ഥകൾ. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് കൂടാതെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഇത് കൂടാതെ നമ്മൾ 2 പേരുകൾ കൂടി പഠിച്ചു, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും. സോ പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇതെല്ലാം എന്താണ്? മാറ്ററിൻ്റെ അവസ്ഥകളാണ് അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ്. മനസ്സിലായല്ലോ? സോ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ രസതന്ത്രം എന്നായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം പലതരം മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. അതിലൊന്നാണ് സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. വളരെ സാവധാനമുള്ള മാറ്റവും അതേപോലെ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളും. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ എ ചേഞ്ച് ടു ഓക്കർ. സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ
എത്ര സമയം കൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു മാറ്റം സ്ലോ ചേഞ്ച് ആണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചേഞ്ച് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ലോ ചേഞ്ചസ് ടേക്ക് എ ലോങ് ടൈം വൈൽ ഫാസ്റ്റ് ചേഞ്ചസ് ഹാപ്പൻ ക്വിക്ക്ലി. സ്ലോ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സമയമെടുത്താണ് ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. എന്നാൽ ഫാസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. എക്സാമ്പിൾസ് ഓഫ് സ്ലോ ചേഞ്ചസ് ഇൻക്ലൂഡ് റസ്റ്റിംഗ് ഓഫ് അയൺ, ജെർമിനേഷൻ ഓഫ് സീഡ്സ്, ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്, ഗ്രോത്ത് ഓഫ് മാൻ ഓർ ദ ചേഞ്ചസ് ഓഫ് സീസൺ. ഇതെല്ലാം സ്ലോ ചേഞ്ചസ് ആണ്. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിത്ത് മുളക്കുന്നത്, ഒരു പ്ലാന്റ് വളർന്ന് വലുതാകുന്നത്, ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു പൂർണ്ണ മനുഷ്യനാകുന്നത്, അതേപോലെ ചേഞ്ചസ് ഓഫ് സീസൺസ്. ഇതെല്ലാം എന്താണ്? സ്ലോ ചേഞ്ചസ് ആണ്, വളരെ പയ്യെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. എന്നാൽ ഫാസ്റ്റ് ചേഞ്ചസിൽ എന്തെല്ലാം ഉണ്ടാവും? ബേണിംഗ് ഓഫ് പേപ്പർ. നമ്മളൊരു പേപ്പറിന് തീ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീരുമല്ലേ. അതേപോലെ ബ്ലോവിങ് അപ്പ് ഓഫ് എ ബലൂൺ. ഒരു ബലൂണെ നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വീർത്ത് വലുതാകും. ഓർ ആൻ എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. ഒരു ക്രാക്കർ, അതായത് പടക്കത്തിന് നമ്മളൊന്ന് തീ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടും. അതേപോലെ എർത്ത് ക്വേക്സ്, ഭൂമി കുലുക്കവും പെട്ടെന്നുണ്ടാകുന്നതാണ്. അതേപോലെ ലാൻഡ് സ്ലൈഡ്സ്. പിന്നെ എന്താണ്? മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് മെൽറ്റാകുന്നത്. ഇതെല്ലാം എന്താണ്? ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, എർത്ത് ക്വേക്സ്, അതേപോലെ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ്, ഇതെല്ലാം എന്താണ്? ഫാസ്റ്റ് ചേഞ്ചസിന് എക്സാമ്പിൾസ് ആണ്. സ്ലോ ചേഞ്ചസിന് എക്സാമ്പിൾസ് ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ, അതേപോലെ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പോൾ ഒരുപാട് സമയമെടുത്തുണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ സ്ലോ ചേഞ്ച് എന്ന് പറയും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫാസ്റ്റ് ചേഞ്ചസ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ് ഫിസിക്കൽ ചേഞ്ച്, അതേപോലെ എന്താണ് കെമിക്കൽ ചേഞ്ച്. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. പുതിയതായി ഒരു സബ്സ്റ്റൻസും ഉണ്ടാകാത്ത ഒരു ചേഞ്ചാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഒൺലി ദ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ്. മോളിക്കുലാർ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ അവിടെ മാറ്റം സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഉണ്ടാകുന്നില്ല. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് വാക്സ്. നമ്മൾ മെഴുകിനെ ഉരുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോളിഡ് ആയിട്ടുള്ള മെഴുക് അത് എന്തായി മാറും? ലിക്വിഡ് മെഴുകായിട്ട് മാറും. അല്ലാതെ അവിടെ പുതിയതായി ഒരു സബ്സ്റ്റൻസും ഉണ്ടാകുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ലിക്വിഡ് രൂപത്തിലിരിക്കുന്ന മെഴുക് തണുത്ത് വീണ്ടും കട്ടിയുള്ള മെഴുകായിട്ട് മാറും. ശരിയല്ലേ? സോ അങ്ങനത്തെ ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് കെമിക്കൽ ചേഞ്ച്? ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച് എ സബ്സ്റ്റൻസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസായി മാറുകയാണ്. അതായത് അവിടെ പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? ബേണിംഗ് ഓഫ് പേപ്പർ. ഞാനൊരു പേപ്പർ കത്തിച്ചു, അത് പേപ്പറായിട്ട് തന്നെ ഇരിക്കുമോ? ഇല്ല. ആ പേപ്പർ എന്തായിട്ട് മാറും? ആഷ് ആയിട്ട് മാറും, ചാരമായിട്ട് മാറും. ചാരം എന്ന് പറയുന്നത് പുതിയൊരു സബ്സ്റ്റൻസ് ആണ്. സോ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. എന്നാൽ പുതിയതായി ഒരു സബ്സ്റ്റൻസും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെ എന്തു പറയും? ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറയും. ശരിയാണോ? നൗ ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻടു ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഈ ഒരു ബോക്സിൽ കുറച്ച് ചേഞ്ചസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് കണ്ടെത്തണം. ഓക്കെ, ആദ്യത്തേത് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, അതായത് മിൽക്ക് കേർഡാകുന്നത്. സോ ഇത് എന്ത് പ്രോസസ്സാണ്? ആദ്യം എന്തായിരുന്നു ആ ഒരു സബ്സ്റ്റൻസ്? മിൽക്കായിരുന്നു. അതെന്തായി മാറി? കേർഡായിട്ട് മാറി. കേർഡിനെ നമുക്ക് തിരിച്ച് മിൽക്കാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇതെന്ത് ചേഞ്ചാണ്? ഇത് കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ഇനി അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ്. വാക്സിനെ നമ്മൾ മെൽറ്റ് ചെയ്തു. എന്തുപറ്റി? സോളിഡായിട്ടിരുന്ന വാക്സ് ലിക്വിഡ് ഫോമിലുള്ള വാക്സ് ആയിട്ട് മാറി. അവിടെ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായോ? ഇല്ല. സോ ഇതെന്ത് ചേഞ്ചാണ്? ഇത് ഫിസിക്കൽ ചേഞ്ചാണ്.
ഇനി അടുത്തത് ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ. അതും മെഴുക് കത്തിക്കുന്നത് പോലെയാണ്. ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോഴും ആ ക്യാൻഡിൽ ഉരുകുവാണ് ചെയ്യുന്നത്, അവിടെ വേറെ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുന്നില്ല. സോ അതും എന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത് ഫോമേഷൻ ഓഫ് ഐസ്. ഐസ് ഉണ്ടാകുന്നത്, വെള്ളത്തിനെ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോഴാണ് ഐസ് ഉണ്ടാകുന്നത്. ഐസ് നമ്മൾ ചൂടാക്കിയാൽ നമുക്ക് തിരിച്ച് വെള്ളം കിട്ടും. സോ ഇവിടെ പുതിയ പ്രോഡക്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. സോ ഇതെന്ത് ചേഞ്ചാണ്, ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസിനെ മെൽറ്റാക്കിയാൽ എന്ത് കിട്ടും, വെള്ളം കിട്ടും. വെള്ളത്തിനെ ഫ്രീസാക്കിയാൽ അത് തിരിച്ച് ഐസാകും. സോ ഇവിടെ മോളിക്കുലാർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഇതും എന്താണ്, ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കലക്കുന്നു, ഇത് ശ്രദ്ധിക്കണം. വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ ആ വെള്ളം എന്തായിട്ട് മാറും, ഉപ്പ് വെള്ളമായിട്ട് മാറും. ആ വെള്ളത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ എടുത്ത് ടേസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് ടേസ്റ്റാണ് കിട്ടുക, സോൾട്ടിൻ്റെ ടേസ്റ്റാണ് കിട്ടുക. ഈ സോൾട്ട് വാട്ടറിനെ നമുക്ക് തിരിച്ച് സോൾട്ടും വാട്ടറും ആക്കി മാറ്റാൻ പറ്റുമോ, പറ്റും. സോൾട്ട് വാട്ടറിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, സോൾട്ട് അവിടെ റിമെയിൻ ചെയ്യും. സോ ഇവിടെ നമുക്ക് സോൾട്ടിനെയും വാട്ടറിനെയും തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ആദ്യത്തെ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. സോ ഇതെന്ത് ചേഞ്ചാണ്, ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത് റസ്റ്റിംഗ് ഓഫ് അയൺ. അയൺ റസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, തുരുമ്പായിട്ട് മാറും, അല്ലെങ്കിൽ റസ്റ്റായിട്ട് മാറും. അതിനെ തിരിച്ച് നമുക്ക് പഴയതുപോലെ അയണാക്കി മാറ്റാൻ സാധിക്കില്ല. സോ അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, അത് കെമിക്കൽ ചേഞ്ചാണ്. ഇനി അടുത്തത് ബേണിംഗ് ഓഫ് ഫയർ വുഡ്. നമ്മൾ തടി കത്തിക്കുമ്പോൾ എന്തു പറ്റും, ആ തടി അങ്ങ് കത്തി അത് ചാരമായിട്ട് മാറും, അത് ആഷായിട്ട് മാറും, ശരിയല്ലേ? സോ ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, എന്താണ്, ചാരം. സോ ഇത് കെമിക്കൽ ചേഞ്ചാണ്. മനസ്സിലായല്ലോ? സോ തന്നിരിക്കുന്ന ഒരു ചേഞ്ച് കെമിക്കൽ ചേഞ്ചാണോ ഫിസിക്കൽ ചേഞ്ചാണോ എന്നറിയാൻ, കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ അതൊരു പുതിയ സബ്സ്റ്റൻസായി മാറിയിട്ടുണ്ടാകും. ആ പുതിയ സബ്സ്റ്റൻസിനെ പഴയതാക്കി നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് നമുക്ക് ആദ്യത്തെ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ചേഞ്ചസ് ആയിരിക്കും ഫിസിക്കൽ ചേഞ്ചിൽ ഉണ്ടാകുക. അവിടെ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ്സിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നത്, അല്ലാതെ മൊത്തത്തിൽ അതൊരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. മനസ്സിലായോ? ഇനി അടുത്തത് ടേക്ക് സം ഐസ് ഇൻ എ ബൗൾ ആൻഡ് ഹീറ്റ് ഇറ്റ്, വാട്ട് ഹാപ്പൻസ്. ഒരു ബൗളിൽ കുറച്ച് ഐസ് എടുക്കുക, എന്നിട്ട് ചൂടാക്കുക, എന്ത് സംഭവിക്കും, ഐസ് മെൽറ്റായിട്ട് വാട്ടറായിട്ട് മാറും, ശരിയല്ലേ? ഐസ് മെൽറ്റായി വാട്ടറായിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ്. ഈ പാത്രത്തിലുള്ള വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, വാട്ടർ ബോയിൽ ചെയ്യും, അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ വാട്ടർ ബോയിൽസ് ആൻഡ് വാട്ടർ വേപ്പർ ഇസ് ഫോംഡ്. അപ്പോൾ ആദ്യം ഐസ് ഫോമിലായിരുന്നു, അതിനെ ചൂടാക്കിയപ്പോൾ വാട്ടർ ഫോമിലേക്ക് വന്നു, വാട്ടർ ബോയിൽ ചെയ്യുന്നു. ആ ഒരു പോയിന്റ് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ വേപ്പറായിട്ട് മാറുന്നു, ശരിയല്ലേ? ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സിലും ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോളിഡ്സിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, അതേപോലെ ലിക്വിഡ്സിൽ എങ്ങനെയാണ്, ഗ്യാസിൽ എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ദാ ഇവിടെ നോക്കിയാൽ അറിയാം, സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടാണ് ലിക്വിഡ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗ്യാസിലാണെങ്കിലോ പാർട്ടിക്കിൾസ് വളരെ റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഗ്യാസിൽ കാണാൻ പറ്റുക. സോ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ ഈ ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ദാ ഈ പിക്ചർ നോക്കിയിട്ട് ഏതിലാണ് ഏറ്റവും കുറവ്? 2 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിട്ടുള്ളത് സോളിഡ്സിലാണ്, അല്ലേ?
സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വളരെ ക്ലോസ് ആയിട്ടാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വെരി ലെസ് ആയിരിക്കും. ഇനി ഏതിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്? ഗ്യാസിലാണ് അല്ലേ? അവിടെയും ഇവിടെയായിട്ടാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. സോ ഗ്യാസിൽ പാർട്ടിക്കിൾസ് ഇതാ ഇങ്ങനെ വളരെ റാൻഡം ആയിട്ടാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ വെരി ഹൈ ആയിരിക്കും. ഇനി ലിക്വിഡിൽ എങ്ങനെയാണ്? ലിക്വിഡിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ് അല്ലേ? സോളിഡിൽ എന്താണോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. എന്നാൽ ഗ്യാസിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്താണോ അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഗ്യാസിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസിനേക്കാൾ കുറവാണ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ് എന്നും എഴുതാം. ഓക്കെ, ഇനി അടുത്തത് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. സോ ഈ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇല്ലാത്തത് അവിടെ ആയിരിക്കും അട്രാക്ഷൻ അല്ലേ? സോ ഇവിടെ സോളിഡ്സിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഒട്ടുമില്ല. സോ അവർ വളരെ അട്രാക്റ്റഡ് ആണ്, ഏറ്റവും അടുത്തടുത്ത് നിൽക്കുന്നവരാണ്. സോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് എവിടെയാണ്? സോളിഡ്സിലാണ്. ഹൈ അട്രാക്ഷൻ ആണ് സോളിഡ്സിലുള്ളത്. ഏറ്റവും കുറവ് അട്രാക്ഷൻ ഏതിലായിരിക്കും? വെരി ലെസ് വരുന്നത് ഗ്യാസിലായിരിക്കും, കാരണം അവിടെ വളരെ റാൻഡം ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഇനി ലെസ് ദാൻ സോളിഡ്സ് അങ്ങനെയായിരിക്കും ഏതിൽ അട്രാക്ഷൻ വരുന്നത്? ലിക്വിഡ്സിൽ അട്രാക്ഷൻ വരുന്നത്. സോളിഡ്സിലെ അട്രാക്ഷൻ ഏറ്റവും ഹൈ ആയിരിക്കും, അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ലിക്വിഡ്സിൽ. സോ ലെസ് ദാൻ സോളിഡ്സ് എന്ന് നമുക്ക് എന്ത് പറയാം? ലിക്വിഡിൻ്റെ അട്രാക്ഷനെ കുറിച്ച് പറയാം. ഇനി അടുത്തത് സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്? പാർട്ടിക്കിൾസ് തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആണെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് ഫ്രീ ആയിരിക്കുമോ? അല്ല. സോ ഇവിടെ വെരി ലെസ് പാർട്ടിക്കിൾ മൂവ്മെൻ്റ് ആണ് ഏതിൽ? സോളിഡ്സിൽ. ഏറ്റവും കൂടുതൽ ഹൈ പാർട്ടിക്കിൾ മൂവ്മെൻ്റ് ഉള്ളത് ഏതിലായിരിക്കും? ഗ്യാസിലായിരിക്കും. ഓക്കെ, സോ ലിക്വിഡ്സിൽ നമുക്ക് എങ്ങനെ പറയാം? സോളിഡ്സിലുള്ള മൂവ്മെൻറ്റിനേക്കാൾ കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസിലുള്ള മൂവ്മെൻറ്റിനേക്കാൾ കുറവാണ് ലിക്വിഡ്സിലുള്ള പാർട്ടിക്കിൾ മൂവ്മെൻ്റ് എന്ന് പറയാം. ശരിയല്ലേ? ഇനി അടുത്തത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ആണ്. മൂവ്മെൻറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എനർജീനെ നമുക്ക് എന്ത് പറയാം? എനർജിയും കൂടുതലായിരിക്കും. എനർജി ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. സോ അവിടെ തന്നെയാണ് എന്ത്? വെരി ഹൈ എനർജി ഉള്ളതും. ഇനി ഏറ്റവും കുറവ് എനർജി ഉണ്ടാവുന്നത് എവിടെയാണ്? അട്രാക്ഷൻ എവിടെയാണോ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എവിടെയാണോ ഏറ്റവും കുറവ്, അവിടെയായിരിക്കും എനർജി ഏറ്റവും കുറവുണ്ടാകുന്നത്. സോ ഏറ്റവും എനർജി കുറവ് എവിടെയാണ്? സോളിഡ്സിലാണ്. ഇനി ലിക്വിഡ്സിലെ എനർജി നമുക്ക് എങ്ങനെ പറയാം? സോളിഡിനുള്ള എനർജി എന്താണോ അതിനേക്കാൾ കൂടുതലായിരിക്കും, എന്നാൽ ഗ്യാസിലുള്ള എനർജി എന്താണോ അതിനേക്കാൾ കുറവായിരിക്കും ലിക്വിഡ്സിൽ. ക്ലിയർ ആയല്ലോ? സോ ഈ ഒരു പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് കുറവാണെങ്കിൽ അവിടെ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. സ്പീഡ് കുറവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എനർജി ഓഫ് പാർട്ടിക്കിൾസും കുറവാണ്. മനസ്സിലായല്ലോ? ഇനി വെൻ എ സോളിഡ് ഇസ് ഹീറ്റഡ്, സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? The distance between its particles and their energy increases and gradually it attains the particle arrangement of a liquid. നമുക്കറിയാം സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ എനർജി ഇൻക്രീസസ്. അതായത് സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ആക്കുമ്പോൾ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടും, അതേപോലെ പാർട്ടിക്കിൾസിൻ്റെ എനർജിയും ഇൻക്രീസ് ആകും.
അങ്ങനെ സോളിഡ് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ഇറ്റ് ഗ്രാജുവലി അറ്റെയിൻസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എന്ത്? ലിക്വിഡ്. മനസ്സിലായോ? അതായത് സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ലിക്വിഡായിട്ട് മാറുന്നു. എന്നാൽ ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും പാർട്ടിക്കിൾസിന് കൂടുതൽ എനർജി ലഭിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് പിന്നെയും കൂടാൻ തുടങ്ങും. അങ്ങനെ ലിക്വിഡ് ഏത് പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റിലേക്ക് മാറും? ഗ്യാസിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റിലേക്ക് ലിക്വിഡ് മാറും. സോ ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഫോമിലേക്ക് മാറും? ഗേഷ്യസ് ഫോമിലേക്ക് മാറും. ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് വെൻ എ ഗ്യാസ് ഈസ് കൂൾഡ്? ഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിന് ഭയങ്കര ഹൈ എനർജി ആയിരിക്കും അല്ലേ? സോ അതിനെ തണുപ്പിക്കുമ്പോൾ അതിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകും. ഇറ്റ് ലിബറേറ്റ്സ് ഹീറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസിൻ്റെ എനർജി കുറയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസും കുറയും. സോ ഗ്യാസിന് എന്ത് അറേഞ്ച്മെൻറ്റ് ലഭിക്കും? ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ലഭിക്കും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസസ്. ഗ്രാജുവലി ഗ്യാസ് ബിക്കംസ് ലിക്വിഡ്. സോ ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എനർജി കുറയാൻ തുടങ്ങും. അതേപോലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കുറയാൻ തുടങ്ങും. അങ്ങനെ ഗ്യാസിൻ്റെ ആ ഒരു പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് എന്തായിട്ട് മാറും? ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറും. അങ്ങനെ ഗ്യാസ് ഇറ്റ് ബിക്കംസ് ലിക്വിഡ്. മനസ്സിലായല്ലോ? ഇനി ലിക്വിഡിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡിൽ നിന്നും ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുക? ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസ് പിന്നെയും ക്ലോസ് ആവാൻ തുടങ്ങും. അതിൻ്റെ എനർജി കുറയാൻ തുടങ്ങും. എന്ത് സംഭവിക്കും? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, ഇഫ് യു ഫർദർ കൂൾ എ ലിക്വിഡ് ഇറ്റ് ബിക്കംസ് സോളിഡ്. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സാണ് ചെയ്തത്. സോളിഡിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ ലിക്വിഡാക്കി, ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ ഗ്യാസ് ആക്കി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്തു പറഞ്ഞു? ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ നമുക്ക് ലിക്വിഡ് കിട്ടുന്നു. ലിക്വിഡിനെ നമ്മൾ വീണ്ടും തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് കിട്ടും. ക്ലിയർ ആയല്ലോ? നൗ സോളിഡ് സബ്സ്റ്റൻസസ് ലൈക്ക് camphor ആൻഡ് naphthalene when heated directly changes to gases. അതായത് ക്യാംഫർ, നമ്മുടെ കർപ്പൂരം, അതേപോലെ നാഫ്തലിൻ. ക്യാംഫറും കർപ്പൂരവും ഒക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് പിന്നെയും ചൂടാക്കുമ്പോൾ ഗ്യാസായി മാറുന്നതിന് പകരം നേരിട്ട് ഗ്യാസ് ആയിട്ടാണ് മാറുന്നത്. അതായത് ക്യാംഫറും നാഫ്തലിനും സോളിഡ് രൂപത്തിലുള്ള സബ്സ്റ്റൻസസ് ആണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് ഏത് ഫോമിലേക്ക് മാറും? ഗേഷ്യസ് ഫോമിലേക്ക് മാറും. നമുക്കറിയാം സോളിഡിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറുന്നു. ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ക്യാംഫറും നാഫ്തലിനും പോലുള്ള സബ്സ്റ്റൻസസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ സോളിഡ് രൂപത്തിലുള്ള ഈ സബ്സ്റ്റൻസസ് ഡയറക്റ്റ്ലി ഗ്യാസ് രൂപത്തിലേക്ക് മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. അതായത് സോളിഡിനെ ചൂടാക്കുമ്പോൾ നേരിട്ട് ഗ്യാസ് ആവുന്ന പ്രക്രിയയാണ് എന്ത്? സബ്ലിമേഷൻ. മനസ്സിലായല്ലോ? നൗ ഹൗ ഡസ് ദ വാട്ടർ കെപ്റ്റ് ഇൻ എ ഫ്രീസർ ചേഞ്ച് ടു ഐസ്? അതായത് ഫ്രീസറിൽ നമ്മൾ വെക്കുന്ന വെള്ളം എങ്ങനെയാണ് ഐസായിട്ട് മാറുന്നത് എന്ന് നോക്കാം. വാട്ടർ കെപ്റ്റ് ഇൻ ഫ്രീസർ ചേഞ്ചസ് ടു ഐസ് ബൈ ലിബറേറ്റിംഗ് ഹീറ്റ്. നമുക്കറിയാം നമ്മൾ വാട്ടറിനെ തണുപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഐസ് കിട്ടുന്നത് അല്ലേ? സോ ഫ്രീസറിൽ നമ്മൾ വെക്കുന്ന വെള്ളത്തിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ വെള്ളം എന്തായിട്ട് മാറുന്നു? ഐസായിട്ട് മാറുന്നു. വെൻ വാട്ടർ ലിബറേറ്റ്സ് ഹീറ്റ് ഇറ്റ്സ് എനർജി റെഡ്യൂസസ്. അതായത് വെള്ളത്തിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ എനർജിക്ക് എന്ത് സംഭവിക്കും? എനർജിയും കുറയും. ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ കൂടുതൽ എനർജി കിട്ടുന്നത്. എന്നാൽ അതിൽ നിന്നും ഹീറ്റ് നമ്മൾ പുറത്തേക്ക് കളയുമ്പോൾ അല്ലെങ്കിൽ അതിനെ തണുപ്പിക്കുമ്പോൾ അവിടെ എനർജി റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻക്രീസസ്. എനർജി കുറയുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസിന് എന്താ സംഭവിക്കുന്നത്? അത് ഇൻക്രീസ് ആകും. എനർജി കുറയുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ അടുത്തടുത്ത് വന്നിരിക്കാനായിട്ട് തുടങ്ങും. When the temperature of water reaches 0, it starts changing to ice. അങ്ങനെ വാട്ടറിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോയി ടെമ്പറേച്ചർ 0 ആകുമ്പോഴേക്കും വാട്ടർ എന്തായി മാറാൻ തുടങ്ങും?
ഐസായി മാറാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രീസറിൽ വെള്ളം കൊണ്ട് വയ്ക്കുമ്പോൾ അത് ഐസായിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ? ഇനി ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ ടു അനദർ ഇസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ഒരു പദാർത്ഥം അതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ആ ഒരു മാറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് അവസ്ഥാമാറ്റമാണത്. അതായത് സോളിഡിൽ നിന്നും ലിക്വിഡ് ആകുന്നു, ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആകുന്നു. ഇതെന്താണ്? ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ മാറ്റമാണ് അല്ലേ? ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്നും അടുത്ത ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക്. ഇതിനെ നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ഇവിടെ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ? പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. നോ ന്യൂ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്, ഓൺലി മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ്. ഇവിടെ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. പുതിയ പ്രോഡക്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? അവസ്ഥാമാറ്റത്തിൽ ഏത് ഫോം ഓഫ് എനർജിയാണ് അബ്സോർബ് ആകുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ആകുന്നത്? ഏത് ഫോം ഓഫ് എനർജിയാണ്? ഹീറ്റ് എനർജിയാണ്. കാരണം എന്താണ്? സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡ് കിട്ടും, ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടും. ശരിയല്ലേ? സോ ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഇനി നേരെ തിരിച്ച് ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുമ്പോഴാണ് നമുക്ക് ലിക്വിഡ് കിട്ടുന്നത്. ലിക്വിഡിനെ തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് കിട്ടും. ഇവിടെ പുറത്തേക്ക് പോകുന്നത് എന്താണ്? ഹീറ്റ് എനർജിയാണ്. സോ വിച്ച് ഫോം ഓഫ് എനർജി ഇസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏത് എനർജിയാണ്? ഹീറ്റ് എനർജിയാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? എനർജി ഇൻക്രീസസ്. അതായത് ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ ആ വസ്തുവിൻ്റെ പാർട്ടിക്കിൾസിന് കൂടുതൽ എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞിട്ട് അവർക്ക് കൂടുതൽ എനർജി ലഭിക്കും. ഇനി ഹീറ്റ് ലിബറേറ്റ് ആണ് ചെയ്യുന്നതെങ്കിലോ, അതായത് ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, അവിടെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനർജി റെഡ്യൂസസ്. അതായത് എന്തിനെങ്കിലും നമ്മൾ ചൂടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഊർജം ലഭിക്കുന്നത്. എന്തിനെങ്കിലും നമ്മൾ തണുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നും ഹീറ്റിനെ പുറത്തേക്ക് കളയുമ്പോൾ അവിടെ എനർജി റെഡ്യൂസസ്. മനസ്സിലായല്ലോ? ദാ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോളിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഇനി ഗ്യാസിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോൾ, അതായത് ഗ്യാസ് ലിബറേറ്റ്സ് ഹീറ്റ്, അപ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡായിട്ട് മാറും. അതായത് ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുവാണ്. ഓക്കെ, ഇനി ലിക്വിഡിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ലിക്വിഡിനെ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് സോളിഡായിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? എനർജി ഇൻക്രീസസ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? എനർജി റെഡ്യൂസസ്. മനസ്സിലായല്ലോ? നൗ place some potassium permanganate crystals on a tile and pour glycerin in the middle. Record your observations. അതായത് ഒരു ടൈലിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് കൊണ്ടുവയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് എന്തൊഴിക്കണം? ഗ്ലിസറിൻ ഒഴിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്താ സംഭവിക്കുക? Mixing potassium permanganate and glycerin results in a spontaneous combustion reaction producing a flame and smoke. പെട്ടെന്ന് തന്നെ അവിടെ തീ പിടിച്ചിട്ട് ഫ്ലെയിമും ഉണ്ടാവും, അതേപോലെ കൂടെ തന്നെ സ്മോക്കും ഉണ്ടാവും. ഓക്കെ, പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഗ്ലിസറിനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് കമ്പഷൻ റിയാക്ഷൻ നടക്കും. അതേപോലെ പ്രൊഡ്യൂസിങ് എ ഫ്ലെയിം ആൻഡ് സ്മോക്ക്, തീയും ഉണ്ടാകും അതേപോലെ തന്നെ പുകയും ഉണ്ടാകും. ഓക്കെ, ഇനി വീണ്ടും നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ടേക്ക് വാട്ടർ ഇൻ 2 beakers and add 2 or 3 crystals of fresh potassium permanganate into one of them.
Add 2 or 3 crystals of the product obtained in the second beaker. Record the difference. അതായത് നമ്മുടെ കയ്യിൽ 2 ബീക്കർ ഉണ്ട്. 2 ബീക്കറിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ബീക്കറിലേക്ക് 2-3 ക്രിസ്റ്റൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? When 2 or 3 crystals of potassium permanganate is added to water in a beaker, the water will turn pink to purple color. ഈ വെള്ളത്തിൻ്റെ കളറ് പിങ്ക് ടു പർപ്പിൾ കളറിലേക്ക് മാറും. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്കിപ്പോൾ പിങ്ക് ടു പർപ്പിൾ കളറിലുള്ള വെള്ളം കിട്ടി. ഇതിൽ നിന്നും 2-3 തുള്ളി എടുത്തിട്ട് അടുത്ത ബീക്കറിലുള്ള വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്ത് സംഭവിക്കും? When a few of this product is added to water in second beaker, the color of water turns pink to purple but lighter than before. ഇവിടെയും വെള്ളത്തിൻ്റെ കളറ് പിങ്ക് ടു പർപ്പിൾ ആയിട്ട് മാറും. പക്ഷേ ഇവിടുത്തെ കളറിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റർ കളറായിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സോ ഇവിടെ വന്ന ചേഞ്ച് എന്ത് ചേഞ്ചാണ്? ഇതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, സോ ഇവിടെ വാട്ടർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിലേക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മിക്സ് ചെയ്തപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ആ പ്രോഡക്റ്റിൻ്റെ കളർ എന്താണ്? പിങ്ക് ടു പർപ്പിൾ കളറാണ്. ഓക്കെ, സോ ആ പ്രോഡക്റ്റിൽ നിന്നും കുറച്ചെടുത്ത് വേറൊരു ബീക്കറിലെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ആ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതെന്താണ്? ഇതൊരു കെമിക്കൽ ചേഞ്ചാണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് റിയാക്റ്റൻസ്, അതേപോലെ എന്താണ് പ്രോഡക്ട്സ് എന്ന് നോക്കാം. ദ സബ്സ്റ്റൻസസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ദ സബ്സ്റ്റൻസസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്ട്സ്. അവിടെ ഉൽപ്പന്നമായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പുതിയതായി ഫോം ചെയ്ത് കിട്ടിയ ആ സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് പറയും? പ്രോഡക്റ്റ് എന്ന് പറയും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസസ് ആണ് റിയാക്റ്റൻസ്. അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവിടെ നമുക്ക് പുതിയതായി ലഭിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് എന്ത്? പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.